എല്ലാവർക്കും നാലമ്പല യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട അനീഷ് നമ്മുടെ കരുവന്നൂർ പുഴ കാണുന്നതിന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയിൽ മീനൂട്ട് നടത്തുന്നത് ഇവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായ ചടങ്ങാണ്. കയാക്കിങ്ങുകാർ നമ്മുടെ അടുത്തുകൂടെ എത്തിയിട്ടുണ്ട്. എല്ലാ സേഫ്റ്റി ഉപകരണങ്ങളും അവർ ധരിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്ര ദർശനത്തോടെ നമ്മുടെ നാലമ്പല ക്ഷേത്ര ദർശനം പൂർത്തിയായിരിക്കുകയാണ്. രണ്ട് മണിക്ക് ക്ഷേത്രം അടച്ചാൽ വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തുറക്കുകയുള്ളൂ. പ്രദീപ ക്ഷീണിതനായി കിടന്നുറങ്ങുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ നേരെ പോയത് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. ക്ഷേത്ര ദർശനത്തിനൊപ്പം സൗജന്യമായ ഒരു ബോട്ട് യാത്രയും നമ്മൾ ഓഫറായി നൽകിയിരുന്നു. പകുതി ഭക്തിയും ഒപ്പം പകുതി വിനോദവും ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും അവരുടെ സീറ്റിൽ ബോട്ടിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ശരിക്കും ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് തന്നെയായിരുന്നു ഈ വർഷത്തെ നാലമ്പല യാത്രയെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ് വണ്ടിയിലുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരും വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മികച്ച കൂട്ടുകാരായി മാറി. ലുലുവിൻ്റെ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് ഗോശ്രീ പാലമാണ്. ബോൾഗാട്ടിയെയും വല്ലാർപാടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഗോശ്രീ പാലമാണ്. അതോടൊപ്പം തന്നെ വല്ലാർപാടത്തെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഗോശ്രീ പാലമാണ്. ഷിപ്പ്യാർഡിൽ ഒരു കപ്പൽ എടുത്തിട്ടുണ്ട്. മുംബൈയുടെ MSC എന്ന പേരിലുള്ളൊരു കപ്പലാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും കണ്ടെയ്നർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരത്ത് ഓരോ കപ്പലുകൾ അടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള വരുമാനമാണ് സംസ്ഥാനത്തിനുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനോട് ചേർന്നുള്ള രാമതുരത്തിൽ വലിയ ഒരു 1 കോടി രൂപയുടെ പുതിയ ഒരു പദ്ധതിയും കൂടി വരുന്ന വിവരങ്ങളൊക്കെ ഇതിൻ്റെ ബോട്ടിലെ ആളുകൾ ഞങ്ങളെ അറിയിച്ചു. വാട്ടർ മെട്രോ സർവീസുകൾ നടത്തുകയാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും വൈപ്പിലേക്കും ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കും മുടങ്ങാതെയുള്ള സർവീസുകളുണ്ട്. ഒരു വശത്തേക്ക് 25 രൂപ ടിക്കറ്റാണ് ഈടാക്കുന്നത്. ഞങ്ങളുടെ യാത്രകൾ തിരിച്ചു വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു യാത്രയായിരുന്നു. എന്നാലും അതിൻ്റെ വിഷമതകളൊക്കെ മാറ്റിവെച്ച് അല്പനേരം സന്തോഷത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും നൃത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജധാനിയുടെ സന്തോഷകരമായ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇത്തരം യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാൻ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് ഇനിയുള്ള യാത്രകളുടെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. ഇതിനിടയിൽ ഞങ്ങളുടെ ഒരു കൊച്ചു സുന്ദരിയുടെ ഒരു നൃത്തം ഉണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും അവളുടെ ആ നല്ല നൃത്തത്തിൻ്റെ കുറച്ച് രൂപങ്ങൾ കൂടി ഇവിടെ ചേർക്കട്ടെ.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം.